ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ഇന്ന് ന്യൂ മൂൺ ആണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം, അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ മോശമായിട്ട് സംഭവിക്കത്തില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ടഫ് സൈക്കിൾ എന്തോ അത് എൻഡ് ആവാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ വഴികളും നേരെയാകുന്നതാണ്. എന്തൊക്കെ നിങ്ങൾക്ക് തടസ്സമായിട്ടിരിക്കുന്നുവോ ആ തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെന്നുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ആ ഒരു പരീക്ഷ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ന്യൂ മൂണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു പരീക്ഷ ദൈവം നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടെസ്റ്റും ഒരു ട്രിഗറും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവാത്തത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതായത് ചതിയാണെങ്കിലോ ഇലൂഷൻ ആണെങ്കിലോ നെഗറ്റിവിറ്റി ആണെങ്കിലോ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ലോങ് ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവാത്തത് അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂ മൂണിൻ്റെ എനർജി പറയുന്നത്. ഇനി നിങ്ങൾ നിരാശരായിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടി, അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നില്ല, നിരാശരായിരിക്കുന്നിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് എനർജി, നിങ്ങൾ വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയരുത് എനിക്കെന്തോ കുറവുണ്ട് അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം എന്നെ വിട്ട് പോകുന്നത് എന്ന്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു കുറവുമില്ല. നിങ്ങൾ അങ്ങനെ സ്വയം നിങ്ങളെ തന്നെയും പറഞ്ഞ് മനസ്സിലാപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലോവർ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകരുത്, ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ. നിങ്ങളിപ്പോൾ ഒരു ആഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ലത് മാത്രം പറയുക, നല്ല ഇതായിട്ട് മാത്രം നിങ്ങളെക്കുറിച്ച് പറയുക. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഒരു വാർണിങ്ങും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം നമുക്ക്. ഫസ്റ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൺ ഏതോ കംഫർട്ട് സോണിലാണുള്ളത്, അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് എന്തോ ഒരു നെഗറ്റിവിറ്റി റിലീസ് ആവാൻ പോകുകയാണ് ഈ ഒരു ന്യൂ മൂണിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ നടക്കുന്നുണ്ട് എങ്കിൽ അത് റിസോൾവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചിങ്ങരാശിയായിട്ടുള്ളവർ കുറച്ചൊന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു ന്യൂ മൂൺ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ വരികയും നിങ്ങൾ ആരോടെങ്കിലും വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരോട് തീർക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ചിങ്ങരാശിയിലുള്ളവർ ഒന്ന് നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക. ഈ ന്യൂ മൂൺ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും എനർജി ഹൈ ആവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ബാലൻസിലല്ലാത്ത ആളാണ് എങ്കിൽ നമ്മുടെ ഈഗോ കൂടും, നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമ്മുടെ ഇമോഷൻ അതെല്ലാം കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുകയും, അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ശനി മഹാരാജാവ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മദാതാവാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ ഈ ഒരു ഈഗോ, ഈ ഒരു ദേഷ്യം ഒന്നും തന്നെയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷ അദ്ദേഹം തരും. അപ്പോൾ നമുക്ക് മനസ്സിലായോ ഞാൻ ഇത്രയും ദിവസം ദേഷ്യപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും നേരം ഞാൻ ഈഗോ കാണിച്ചല്ലോ, ആരോടാണ് ഞാൻ ഈഗോ കാണിച്ചത്, ആ വ്യക്തി എനിക്ക് എന്തായിരുന്നു, ഞാൻ ഒന്നും തന്നെയല്ല ആ ഒരു വ്യക്തിയുടെ മുന്നിൽ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എല്ലാം ഹൈ ആവും. അപ്പോൾ നമ്മൾ ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഈ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ ഡേയിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, മാക്സിമം ബാലൻസിലിരിക്കുവാൻ ശ്രമിക്കുക. ആരോടും ദേഷ്യപ്പെടുവാൻ പോകരുത്, നമ്മുടെ ഫ്രസ്ട്രേഷൻ ആരോടും തീർക്കാൻ പോകരുത്. ഒരു വ്യക്തി ഭയങ്കര അഹങ്കാരത്തിൽ പറയുകയാണ് ഞാനൊന്ന് കോൾ ചെയ്താൽ എൻ്റെ 10-15 ഫ്രണ്ട്സ് വരുമെന്ന്. പക്ഷേ അവരുടെ ഒരു ആവശ്യമുള്ള സമയത്ത് കോൾ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്സ് പോലും അവരുടെ അടുത്ത് വരത്തില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞാൻ വെറുതെയാണ് ഇത്രമാത്രം അഹങ്കരിച്ചത് എന്ന്. അതേപോലെ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ അഹങ്കരിക്കുന്നത്, അപ്പോൾ ശനി ഭഗവാൻ ആ അഹങ്കാരം ഒന്നും തന്നെ നിങ്ങൾക്ക് നേടിത്തരത്തില്ല എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ഇവർക്ക് ഒരു പുഷ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ഇവർക്കൊരു പുഷ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഈ ഒരു ന്യൂ മൂണിൻ്റെ എനർജി ഇവരെ ഏതെങ്കിലും സിറ്റുവേഷനെ സ്നേഹം കൊണ്ട് നേരെയാക്കുവാൻ വേണ്ടി ഇവർക്കൊരു പുഷ് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിങ്ങനെ ദേഷ്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല, സ്നേഹത്തിലൂടെ എല്ലാ കാര്യങ്ങളും മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിൻ്റെ വഴിയിൽ കൂടെ പോകുക എന്നുള്ള ഒരു പുഷ് ഇവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവർ നെഗറ്റിവിറ്റീസ് റിലീസാക്കുവാൻ വേണ്ടി എങ്ങനെയെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ, എന്തൊക്കെ അതർ സിറ്റുവേഷൻസ് ഉണ്ടോ, അതെല്ലാം റിലീസ് ചെയ്യാനുള്ള ശരിയായ സമയം ഇതാണ് എന്നിവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനെ റിലീസാക്കുവാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനാണ് ഇവർക്ക് വേദനയും വളരെയധികം വിഷമവും കൊടുക്കുന്നത്, ആ സിറ്റുവേഷൻ എല്ലാം ഇവർ റിലീസാക്കുന്നതാണ്. ഇവിടെ എനർജി പറയുന്നത് ആക്ഷൻ്റെയാണ്. നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാനുള്ള എനർജിയിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. എനിക്ക് ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കാൻ വയ്യ, എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയായാലും പുറത്തു വരണമെന്ന് ഇവർ തന്നെ മാനിഫെസ്റ്റേഷനും ഇമാജിനേഷനും ചെയ്യുകയാണ്. ആദ്യ കാരണമാണോ നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനിലായിട്ടിരിക്കുന്നത്, ആ കാരണം തന്നെ ഇല്ലാതാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ സക്സസ്ഫുള്ളി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിന്ന് കൺഫ്യൂഷൻ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരെ തിരഞ്ഞെടുക്കണമോ അവരെ തിരഞ്ഞെടുക്കണമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റിയാലിറ്റി കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ സത്യം അതിൻ്റെ നേർക്ക് നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇലൂഷൻ്റെ നേർക്ക് നിങ്ങളുടെ പേഴ്സൺ പോകുന്നില്ല, സത്യത്തിൻ്റെ നേർക്കാണ് പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ബാലൻസ് ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വഴി തെളിഞ്ഞ് കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് അപ്പോളജി തരുന്നതായിട്ടും സോറി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവരുടെ ഉള്ളിൽ ഒരു പശ്ചാത്താപം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ഇവർ ആരോടും വഴക്കിടുവാൻ തയ്യാറാണ് എന്നാണ്. അത്രമാത്രം സ്ട്രെങ്ത് ഇവർ ശേഖരിച്ച് വച്ചിട്ടുണ്ട്. കാരണം ഇവർ ആഗ്രഹിക്കുന്ന നടപ്പിലാക്കാൻ വേണ്ടി ആരോടും വഴക്കിടുവാൻ ഇവർ തയ്യാറാണ്. ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ധൈര്യം വേണം. ഇവർക്ക് അത്രമാത്രം ധൈര്യം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം എൻഡാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കർമാർ സൈക്കിൾ എല്ലാം റിലീസാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെഗറ്റിവിറ്റി റിലീസാവാനുള്ള ശരിയായ സമയം എത്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ നിങ്ങളുടെ പേഴ്സൻ്റെ ബാഡ് കർമാസിനെ എല്ലാം ക്ലെൻസ് ചെയ്യുന്നതാണ്. കാർമിക് സൈക്കിൾസിനെയും ക്ലെൻസ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ ഇത്രമാത്രം ദുഃഖത്തിലിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ സന്തോഷമായ സിറ്റുവേഷനിൽ വരണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം ക്ലെൻസായി പോകുന്നത്. ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ ഇവിടെ എനർജി പറയുന്നത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും എൻഡാവും എന്നാണ് ഇവിടെ എനർജി പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷൻ ഇവർ എടുക്കുന്നുണ്ടെങ്കിലും അത് കെയർ ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ്. നിങ്ങളുടെ വിഷസും നിങ്ങളുടെ ഡിസയറും എല്ലാം പൂർണ്ണമാകുന്നതാണ്. ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ ഉള്ള ആക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 9 ആണ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 19 hours, 9 hours അല്ലെങ്കിൽ 27 hours നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആകുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ സാക്രിഫൈസ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ഇമോഷണൽ ലോസ് ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് മൂണിൻ്റെ ആ ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും കാർമിക് സിറ്റുവേഷൻ എന്താക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ത് കാരണം കൊണ്ടാണോ സ്റ്റക്കായിട്ടിരുന്നത്, ഐസൊലേഷനിലായിട്ടിരുന്നത്, ആ ഒരു കാരണം തന്നെ ഇവർ ഇല്ലാതാക്കുന്നതാണ്. ഇവർക്ക് എന്ത് കാര്യത്തിലാണോ ഗൈഡൻസ് കിട്ടുന്നത് അതനുസരിച്ച് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും കർമ്മ റിലീസാകുന്നതാണ്. കെയർ ഫ്രീ ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതാണ്. കാരണം ഇവർക്ക് പശ്ചാത്താപമുണ്ട്. നിങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം.
ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ആരാണോ ഉള്ളത് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുന്നതാണ്. ഇവിടെ ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഇവർ ആക്ഷൻ എടുക്കുകയും ബ്ലോക്കേജസ് ഹീലാകുകയും ചെയ്യുന്നതാണ്. 144ൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 144 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. റൈറ്റ് പാത്തിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ പോകുന്നതാണ്. എന്ത് ആക്ഷൻ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പൊസസീവായി ഒരു അഗ്രസീവായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അഗ്രസീവായിട്ട് ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഹെവി എനർജിയാണ് ഇവർക്കുള്ളത്. പക്ഷേ എന്ത് എനർജി ഹെവി ആയാലും നിങ്ങൾക്കിത് ഫേവറായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളോട് നിങ്ങൾ സഹായം ചോദിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണോ വരുന്നത് അതിനെയെല്ലാം പിക്ക് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സ്ഥലത്തും സ്റ്റക്കായിട്ടിരിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. വരാൻ പോകുന്ന സമയം ചില ആൾക്കാർക്ക് ചില ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്തെങ്കിലും ചേഞ്ചസ് അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാവുന്നതാണ്. ഇവിടെ 9 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 9 മണിക്കൂറിനുള്ളിൽ ചില ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഈ ഒരു മെസ്സേജ് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള പേഴ്സൻ്റെ കൂടെ ആയിരിക്കാം ഉള്ളത്. വെറും ഒരു അട്രാക്ഷൻ്റെ ആ ഒരു ഇതിലായിരിക്കാം നിങ്ങൾ അവരെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.